അയൽ രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നടത്തി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനാണ് ഇക്കാര്യം അറിയിച്ചത്. ഇറാന് നേരെ ആക്രമണം ഉണ്ടായാൽ മാത്രം തിരിച്ചടിക്കുമെന്നും സുരക്ഷയും സമാധാനവും ഉറപ്പാക്കാൻ ഗൾഫ് രാജ്യങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്നും ഇറാൻ പ്രസിഡന്റ് അറിയിച്ചു. MC നാസർ വിവരങ്ങൾ നൽകാനായി ചേർന്നു. നാസർ, ഈ ഘട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനമാണിത്. അയൽ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഗൾഫ് രാജ്യങ്ങളെ തന്നെയാകും ഉദ്ദേശിച്ചിട്ടുണ്ടാകും. ഒരു യുദ്ധവിരാമത്തിലേക്ക് പോകുന്നതിന്റെ ആദ്യഘട്ട സൂചനയാണോ ഇത്? അനീഷ, തീർച്ചയായിട്ടും ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നിട്ട് 8 ദിവസം വലിയ തോതിലുള്ള ആശങ്കയും നടുക്കവും സൃഷ്ടിക്കപ്പെടുന്ന ഒന്നായിരുന്നു. നിരന്തരമായിട്ട് ഡ്രോണുകളും മിസൈലുകളും ഗൾഫ് നഗരങ്ങൾക്ക് മേൽ ഇറാനിൽ നിന്ന് വന്നു വീണത് വലിയ തോതിലുള്ള ഭയാശങ്കകൾ സൃഷ്ടിച്ചിരുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഏതാനും പേർ കൊല്ലപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യവും രൂപപ്പെട്ടിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് വളരെ ശക്തമായിട്ടുള്ള ചില നയതന്ത്ര നീക്കങ്ങൾ നടക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇറാന് ഇടക്കാല നേതൃ കൗൺസിലിന്റെ തീരുമാനം പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനാണ് അല്പം മുമ്പ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. അയൽ രാജ്യങ്ങൾ, അതായത് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി ആക്രമണം ഉണ്ടാകില്ല, ആക്രമണം നിർത്തിയിരിക്കുന്നു. പക്ഷെ വല്ല ആക്രമണവും ഗൾഫ് മേഖലയിൽ നിന്ന് ഇറാന് നേരെ വരികയാണെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ മാത്രമേ ഇനി തിരിച്ചടി ഉണ്ടാവുകയുള്ളൂ എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളോട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മാപ്പ് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇത് സംഭവിച്ച കാര്യങ്ങളിൽ തങ്ങൾക്കും പ്രയാസമുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് ഒരു നിലയ്ക്കും ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടാവില്ല. മേഖലയുടെ സുരക്ഷയും സമാധാനവും ഉറപ്പുവരുത്താൻ നമ്മൾ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഗൾഫ് രാജ്യങ്ങളെ കൂടി അഭിമുഖീകരിച്ചുകൊണ്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അറിയിച്ചിരിക്കുന്നത്. ഇടക്കാല നേതൃ കൗൺസിലിന്റെ തീരുമാനമായതുകൊണ്ട് രാജ്യം ഒരുമിച്ച് കൈക്കൊണ്ടിരിക്കുന്ന ഒരു തീരുമാനമായിരിക്കും ഇത്. എന്തായാലും നിലവിലുള്ള ഈ വിമാന സർവീസുകൾ നിലച്ചതുൾപ്പെടെയുള്ള പ്രതിസന്ധികൾ ഇതോടുകൂടി പരിഹരിക്കപ്പെടും എന്ന് ഉറപ്പായിരിക്കുകയാണ്. കാരണം ദുബായ് എയർപോർട്ടിന്റെ പ്രവർത്തനം രാവിലെ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചിരുന്നു. അതിപ്പോൾ വൈകിട്ട് മുതൽ പുനരാരംഭിക്കാനും സർവീസുകൾ പുനരാരംഭിക്കാനുമുള്ള തീരുമാനം ദുബായ് വിമാനത്താവള അധികൃതർ കൈക്കൊണ്ടിരിക്കുന്നു. അത് പിന്നെ നേരത്തെ ബുക്ക് ചെയ്ത ആ ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രം എയർപോർട്ടിലേക്ക് വരാമെന്ന നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നു. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ഏറെക്കുറെ സമാനമായ രീതിയിൽ തന്നെ ഖത്തർ എയർവേസും അതോടൊപ്പം തന്നെ സൗദി ഉൾപ്പെടെയുള്ള എല്ലാ വിമാന സർവീസുകളും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ പുനരാരംഭിക്കുമെന്ന സൂചനകളാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗൾഫിനെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള സന്നിഗ്ധമായിട്ടുള്ള ഈ സംഘർഷ സാഹചര്യമാണ് ഇതോടുകൂടി ഒഴിവാകുന്നത്. എന്തായാലും ഈ മേഖലയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇറാന് നേരെ ഒരു ആക്രമണവും ഉണ്ടാവുകയില്ല എന്ന് ഗൾഫ് രാജ്യങ്ങൾ നേരത്തെ തന്നെ ഉറപ്പു നൽകിയിരുന്നു. ഇപ്പോൾ വീണ്ടും ഒമാന്റെ മധ്യസ്ഥതയിൽ നടന്ന ചില നീക്കങ്ങൾ കൂടിയാണ് ഒടുവിൽ എല്ലാ ആക്രമണവും നിർത്തിവെക്കാൻ ഇറാനെ പ്രേരിപ്പിച്ചതെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും വലിയ സമാധാനത്തോടു കൂടിയാണ് ഗൾഫിൽ അധിവസിക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികളും അതോടൊപ്പം തന്നെ മറ്റ് പ്രവാസികളും സ്വദേശികളും ഒക്കെ ഇറാന്റെ ഈ തീരുമാനത്തെ കാണുന്നത്. അതേസമയം ഹോർമസ് കടലിടുക്കും പോലെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സംഘർഷം ഇനിയും തുടരും. അത് സ്വാഭാവികമായിട്ടും ചരക്ക് കയറ്റം, ചരക്ക് നീക്കം ഉൾപ്പെടെയുള്ളവയെ പ്രതികൂലമായിട്ട് ബാധിക്കും. പക്ഷെ ആ പ്രതിസന്ധി എത്ര കാലം നീണ്ടു നിൽക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും അയൽ രാജ്യങ്ങളായിട്ടുള്ള 6 ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം പൂർണ്ണമായിട്ട് നിർത്തിവെച്ചതായിട്ടാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇടക്കാല നേതൃ കൗൺസിലിന്റെ ഈ തീരുമാനമാണ് താൻ അറിയിക്കുന്നത് എന്ന് കൂടി മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നാസർ, അതാണ് ഈ ആക്രമണം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അത് കേവലം ഇറാന്റെയോ US-ന്റെയോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെയോ മാത്രം ആവശ്യമല്ല, മറിച്ച് അതിനിടയിൽ പെട്ടുപോയി ഗൾഫ് രാജ്യങ്ങളുടെ കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒമാന്റെ ഒരു ഇടപെടലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇറാൻ എത്തിയത് എന്നൊരു സൂചനകളൊക്കെ ഉണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ അക്കാര്യം സ്ഥിരീകരിക്കാനായിട്ടുണ്ടോ? ഒമാന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ എന്തെങ്കിലും ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ടോ നാസർ? അന്വേഷണ ഔദ്യോഗികമായിട്ട് ഒമാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വന്നിട്ടില്ല. പക്ഷെ നമുക്കറിയാൻ സാധിക്കും, കഴിഞ്ഞ ദിവസം ദുഃഖം തുറമുഖം ഉൾപ്പെടെ ഒമാനിലെ ചില ഭാഗങ്ങളിലേക്ക് നടന്ന ഡ്രോണാക്രമണം വലിയ തോതിൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ ഇറാൻ വ്യക്തമാക്കിയത് ഒമാന് നേരെ ഇതുവരെയും തങ്ങൾ ഒരു ആക്രമണവും നടത്തിയിട്ടില്ല എന്നാണ്. ഏതെങ്കിലും അർത്ഥത്തിലുള്ള ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് കൂടി വ്യക്തമാക്കിയിരുന്നു. കാരണം അത്രയേറെ വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം പുലർത്തുന്ന ഒരു ഗൾഫ് രാജ്യം കൂടിയാണ് ഒമാൻ ഇറാനുമായി എന്നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ
ഇറാന്റെ തിരക്കിട്ട ചില നീക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു. കാരണം ഈ ആക്രമണ പരമ്പരകൾ തുടരുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് കുറെ കൂടി കടുത്ത നടപടികൾ ഇറാനെതിരെ സ്വീകരിക്കേണ്ടി വരുമെന്ന വലിയ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപ്പോൾ സംഘർഷം കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങുകയും അത് മേഖലയുടെ സുരക്ഷയെയും കെട്ടുറപ്പിനെയും വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന ഒരു ആശങ്കയും പടർന്നിരുന്നു. അത്തരമൊരു ഘട്ടത്തിലാണ് നേരത്തെ തന്നെ അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള നയതന്ത്ര ദൗത്യം നിർവഹിച്ച ഒമാൻ വിദേശകാര്യമന്ത്രി ബദറുൽ ബുസൈദ് ഉൾപ്പെടെയുള്ളവരാണ് ഈ പുതിയ നീക്കത്തിന് പിന്നിലെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഫ്രാൻസ്, തുർക്കി ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളും വളരെ ശക്തമായിട്ടുള്ള, ചൈനയും വളരെ ശക്തമായിട്ടുള്ള ചില നയതന്ത്ര നീക്കങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ ഒരു തുടർച്ച എന്ന നിലക്ക് കൂടിയാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലെത്താൻ ഇറാനെ പ്രേരിപ്പിച്ചതെന്ന് മനസ്സിലാവുന്നത്. എന്തായാലും ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഇതിനെ സ്വാഗതം ചെയ്യുന്ന ഒരു നിലപാടാണുള്ളത്. കാരണം അയൽ രാജ്യമായിട്ടുള്ള ഇറാനുമായി സമീപകാലത്തെ ഏറ്റവും നല്ല ബന്ധമായിരുന്നു ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെയും നിലനിർത്തിപ്പോകുന്നത്. ചൈനയുടെ മധ്യസ്ഥതയിലാണ് സൗദിയും ഇറാനും തമ്മിലും വലിയ തോതിലുള്ള ഒരു ആത്മബന്ധം രൂപപ്പെടുത്തിയിരുന്നു. അതിനിടയിലാണ് ഈ സംഘർഷം രൂപപ്പെട്ടതും വളരെ ഏകപക്ഷീയമായിട്ടുള്ള കടന്നാക്രമണം ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാനിൽ നിന്ന് തുടർന്നതും. നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളുമാണ് നിരന്തരമായിട്ട് ഗൾഫ് രാജ്യങ്ങളെ അസ്വസ്ഥമാക്കുമാർ തുടർന്നുകൊണ്ടിരുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് വലിയ സംഘർഷത്തിലേക്ക് ഈ മേഖല മാറുമെന്ന ഒരു ഭയാശങ്കയും രൂപപ്പെട്ടിരുന്നു. എന്തായാലും ഇറാനും അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങൾക്കും ഇടയിൽ നടന്ന അനൗപചാരികമായിട്ടുള്ള നയതന്ത്ര നീക്കങ്ങളാണ് ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണം പൂർണ്ണമായിട്ട് നിർത്താൻ ഇപ്പോൾ ഇറാനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അതേസമയം ഇറാന് നേരെയുള്ള തങ്ങളുടെ ആക്രമണം ശക്തമായിട്ട് തുടരുമെന്ന് അമേരിക്കയും ഇസ്രായേലും അല്പം മുമ്പ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. അനിഷ.